KSUവിനെ ഇറക്കി കളിപ്പിക്കുന്നു. ചെന്നിത്തലയുടെ നോമിനിക്കെതിരെ കൊടിക്കുന്നിൽ. KSU ജില്ലാ പ്രസിഡന്റിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കൊടിക്കുന്നിൽ സുരേഷ് MP രംഗത്ത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ KSU പ്രസിഡന്റിനെ മുന്നിൽ നിർത്തി അപകീർത്തിപ്പെടുത്തുന്നതെന്ന് MP ആരോപിച്ചു. രമേശ് ചെന്നിത്തലയുടെ നോമിനിയായി KSU ജില്ലാ പ്രസിഡന്റായ ആളാണ് തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതെന്നും പത്തനാപുരത്ത് നിയമസഭയിൽ തോറ്റ നേതാവിന്റെ ശുപാർശയിലാണ് നിയമനം നടന്നതെന്നും MP പറഞ്ഞു. കൊട്ടാരക്കരയിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ ഉയർന്ന ആക്ഷേപങ്ങൾക്കായിരുന്നു MP പ്രതികരിച്ചത്. മുതിർന്ന നേതാവായ തന്നെ വെല്ലുവിളിക്കുക, DCC പ്രസിഡന്റിനോട് ധിക്കാരപരമായി സംസാരിക്കുക, DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തുക എന്നിവയാണ് KSU പ്രസിഡന്റിന്റെ ശൈലി. മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത വിധം KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് കൊട്ടാരക്കരയിൽ സീറ്റുകൾ നൽകിയിട്ടുണ്ടെന്നും MP വ്യക്തമാക്കി. കേരള കോൺഗ്രസ് ബിയുമായി ചേർന്ന് നിന്ന കാലത്താണ് കോൺഗ്രസ് കൊട്ടാരക്കരയിൽ ഭരണത്തിലെത്തിയിട്ടുള്ളത്. നിലവിൽ പ്രബലമായ ഘടകകക്ഷികൾ കോൺഗ്രസിന് ഇല്ലെന്നും ന്യൂനപക്ഷ മേഖലകളിൽ ഇടതിനാണ് മേൽക്കൈ ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയില്ലെന്നും പത്തനാപുരത്തെ നേതാവിന്റെ സ്വന്തം നാടായ അഞ്ചല്ലെ വാർഡിൽ ജയിച്ചത് BJP ആണെന്നും MP ചൂണ്ടിക്കാട്ടി. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.